അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളൻകിഴങ്ങ് വെച്ചിട്ടൊരു 4 മണിക്ക് ഉള്ള ചായ കടിക്കുള്ള നോക്കുക കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് നുറുക്കിയിട്ട് ഉപ്പിട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. വലിയ പീസാക്കിയിട്ട് കേട്ടോ ഇടുന്ന എന്താ ഉടക്കാനുള്ളതാണ്, അതുകൊണ്ട് നന്നായിട്ട് വേവാൻ വേണ്ടി വലിയ പീസാക്കിയിട്ട് കണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതാ ഉരുളൻകിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഉടച്ച് എടുക്കാം. ചെറുതായിട്ടൊന്ന് അടി പിടിച്ച് തോന്നുന്നു, വെള്ളം വറ്റി നോക്കുമ്പോഴേ നല്ലൊന്ന് വെന്തോട്ടെന്ന് വിചാരിച്ച് ഉടയാൻ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലോണം ഉടഞ്ഞ് വരുന്നുണ്ട്. സിമ്പിളായിട്ടാണ്, അധികം സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. കുറച്ച് സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ഞങ്ങൾ ആൾ കുറവായതുകൊണ്ട് കുറച്ച് തന്നെ 2 ഉരുളൻകിഴങ്ങ് തന്നെ എടുത്തിട്ടുള്ളൂ, അത് കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായി ഉടച്ച് എടുക്കണം. അത് അപ്പോൾ അതാണ് അതിലേക്ക് നമുക്കൊരു ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഒരു ബ്രെഡ് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 ഉരുളൻകിഴങ്ങിലേക്ക് ഒരു ബ്രെഡ് പാകമാണ്. അപ്പോൾ പിന്നെ അധികം വേണ്ടാന്ന് വിചാരിച്ച് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പ്, ഉരുളൻകിഴങ്ങിൽ കുറച്ച് ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് കുറച്ച് ഉപ്പ് തന്നെ മസാലയൊക്കെയുള്ളത് ഇട്ടിട്ടുള്ളൂ കേട്ടോ. കുറച്ച് മുളക് പൊടി, ഒക്കെ എരിവുള്ള കടിയായതുകൊണ്ട് കുറച്ച് എരിവ് മുന്തി നിൽക്കണം. അപ്പോൾ അതിന് കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ച് നല്ല പാകത്തിന് നല്ല മയത്തിലാക്കിയെടുക്കണം. തീരെ നമ്മൾ വെള്ളം ചേർക്കാതെ ആ ഉരുളൻകിഴങ്ങിൻ്റെ ആ ഒരു ഇതിലോട്ടതൊക്കെ കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കുന്നത്. അപ്പോൾ അധികം സാധനങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയൊരു ചായൻ്റെ കടി കേട്ടോ. ചായ ഇതാക്കുന്ന സമയം കൊണ്ട് ഇപ്പോൾ അതാ പാകത്തിനായി കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് പാകത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേപോലെ വെട്ടിയെടുക്കാൻ നമുക്ക് കേട്ടോ. അതാ 2 ഉരുളൻകിഴങ്ങിയിട്ട് നമുക്ക് 7 കടിക്കുള്ള ഇതാ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി അത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞെക്കി കൊടുക്കുന്നത്. ഫോർക്കുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ഞെക്കി കൊടുത്താലും മതി, ഒന്ന് പരത്തണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫോർക്കൊക്കെ ആകുമ്പോൾ അതിൻ്റേതായൊരു ഇതും കിട്ടും കാണുമ്പോൾ. ഇതിൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സാധനം വെച്ചിട്ട് ഒരു ചിത്രപ്പണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ അതേപോലെ ഒന്ന് അമുക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അതാണ് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരത്തെ ചായൻ്റെ കടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ 2 ഉരുളൻകിഴങ്ങ് ഉണ്ടായാൽ മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണത്, ഉള്ളൊക്കെ വെന്ത് വരേണ്ടതല്ല. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതണ്ട ഒരുവിധം നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഞങ്ങൾ കുഞ്ഞി ചട്ടിയൊക്കെ വെച്ചിട്ടാണ് അത് കുറച്ച് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേശ്ശേനിട്ട് ഇടാൻ പറ്റണുള്ളൂ, 2 3 പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ചായയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ചായ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ഇതിന് കുറച്ച് സോസും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റാണ്, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സോസ് കൂട്ടിയിട്ടാണ് കഴിച്ചത്. എരിവൊക്കെ ഉള്ള ഒരു കടിയല്ലേ, അപ്പോൾ അതാണ് നന്നായിട്ട് തോന്നിയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.